ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ സുരഥരാജാവ് പറഞ്ഞ തങ്ങളുടെ ദുഃഖത്തിൻ്റെ ഹേതു എന്താണോ അത് നിവർത്തിച്ചു തരണമെന്ന് മഹർഷിയോട് അപേക്ഷിക്കുന്ന രാജാവിനെ ആയിരുന്നു കണ്ടത്. ഇനിയും ആ രാജാവിന് മഹർഷി കൊടുക്കുന്ന ഉപദേശമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലുള്ളത്. ഋഷിരുവാച ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർവിഷയഗോചരേ വിഷയാശ്ച മഹാഭാഗയാന്തി ജാതിം പൃഥക് പൃഥക്. ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർവിഷയഗോചരേ. ജ്ഞാനമസ്തി, ജ്ഞാനമുണ്ട്. സമസ്തസ്യ, എല്ലാത്തിനും, എല്ലാ സർവചരാചരങ്ങൾക്കും ജ്ഞാനമുണ്ട്. എങ്ങനെയുള്ള ജ്ഞാനം എന്ന് ചോദിച്ചാൽ ജന്തോർവിഷയഗോചരേ, എല്ലാ ജന്തു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്ന മൃഗങ്ങൾ എന്ന അർത്ഥത്തിലല്ല, എല്ലാ ചരാചരങ്ങൾക്ക്, സൃഷ്ടിക്കപ്പെട്ടവയൊക്കെയും ജന്തുക്കളാണ്. അങ്ങനെയുള്ള എല്ലാത്തിനും വിഷയഗോചരമായ അറിവുണ്ട്, വിഷയ സംബന്ധമായിട്ടുള്ള അറിവുകളുണ്ട്. എന്നാൽ വിഷയാശ്ച മഹാഭാഗ യാന്തി ജാതിം പൃഥക് പൃഥക്. ഈ ഇന്ദ്രിയ വിഷയമായിട്ടുള്ള ഈ ജ്ഞാനം സർവജാതികളിലും എന്ന് പറഞ്ഞാൽ മനുഷ്യരിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, പക്ഷികളിലുണ്ട്. ഇവയിലൊക്കെയും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള, അവരുടെ നിലനിൽപ്പിന് വേണ്ടതായിട്ടുള്ള അറിവുകൾ എല്ലാവർക്കുമുണ്ട്. അത് എല്ലാ ജന്തുക്കൾക്കും അത് ഭിന്നമായിരിക്കും. പൃഥക് പൃഥക് എന്ന് പറഞ്ഞാൽ വെവ്വേറെ, അത് ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും. മനുഷ്യനുള്ള ഒരു അറിവ്, തൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ ഇന്ദ്രിയങ്ങളിലൂടെ ആർജിക്കുന്നതായിട്ടുള്ള ഒരറിവ്. അതായത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു തീയിൽ തൊട്ടാൽ കൈ പൊള്ളും എന്നുള്ള ഒരു അറിവ്, അത് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് ഹേതുവായിക്കൊണ്ട് നമ്മൾ ആർജിക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഒരു വിഷയത്തെ കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നേടുന്ന അറിവുകളാണ് ഇവയൊക്കെ. എന്നാൽ അതിനതീതമായ അറിവ്, ഈ ഒരു അറിവ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന നമ്മുടെ നിലനിൽപ്പിന് വേണ്ടുന്നതായിട്ടുള്ള അറിവ് എല്ലാ ചരാചരങ്ങൾക്കുമുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു അറിവാവില്ല മൃഗങ്ങൾക്ക്, അതാവില്ല സസ്യങ്ങൾക്ക്. എല്ലാ ചരാചരങ്ങൾക്കും അവയുണ്ട്. എന്നാൽ ഇതിൽ നിന്നും ഭിന്നമായിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ആ പരമാത്മജ്ഞാനം, യാതൊന്നറിഞ്ഞാലാണോ സർവ ദുഃഖങ്ങളും ഇല്ലാതെയാകുന്നത്, നിഷ്പ്രഭമാകുന്നത്. ദുഃഖഹേതുക്കളായിട്ടുള്ള കാരണങ്ങൾ അപ്പോഴും അവിടെ ഉണ്ടാവും, പക്ഷെ അവയൊന്നും നമ്മളെ ദുഃഖിപ്പിക്കാതെ ഇരിക്കുന്നത്, ദുഃഖത്തിന് അതീതമായി നമുക്ക് ശാന്തമായി കഴിയാനാവുന്നത്, ആ അറിവ്, ആ ആത്മജ്ഞാനം ഇല്ല തന്നെ. അതുകൊണ്ടാണ് ദുഃഖം നമ്മൾ അനുഭവിക്കുവാൻ ഇടവരുന്നത്. അതല്ല എങ്കിൽ ദുഃഖത്തിന് ഉതകുന്നതായിട്ടുള്ള കാരണങ്ങൾ ചുറ്റുമുള്ളപ്പോഴും ആ കാരണങ്ങളുടെ നടുവിലും ശാന്തമായി സുഖമായി ഇരിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ആ അറിവ് ഇല്ല തന്നെ. അടുത്ത ശ്ലോകം. ദിനാന്ധാ പ്രാണിനഃ കേചിദ്രാത്രാവന്ധാസ്തഥാ പരേ കേചിദ്ദിവാ തഥാ രാത്രൗ പ്രാണിനസ്തുല്യദൃഷ്ടയഃ. ദിനാന്ത,
അതായത് ചില പ്രാണികൾക്ക് പകൽ കണ്ണ് കാണാൻ പാടില്ലാത്തവയായിട്ടുണ്ട്. ദിനാന്ധ പ്രാണിന, ചില പ്രാണികൾക്ക് പകല് കണ്ണ് കാണില്ല. കേചിത് രാത്രാവന്ധാസ്തഥാപരെ, കേചിത് ചിലർക്കാകട്ടെ രാത്രാവന്ധ രാത്രൗ അന്ധ, രാത്രികളിൽ കണ്ണു കാണാത്തവരുണ്ട്. തഥാ അപരെ, മറ്റു ചിലർക്ക് രാത്രിയിൽ കണ്ണു കാണാത്തവരുണ്ട്. കേചിത് ദിവാചരാത്രൗച പ്രാണിനസ്തുല്യ ദൃഷ്ടയ, വേറെ ചില പ്രാണികളാകട്ടെ ദിവാച രാത്രൗച, രാത്രിയും പകലും കണ്ണു കാണാൻ പാടില്ലാത്തവകളാണ്. അതായത് രാപകൽ ഭേദമില്ലാത്ത കാഴ്ച ഉള്ളവകളാണ് ചില ജന്തുക്കൾ. ചില ജന്തുക്കൾക്ക് രാത്രിയും പകലും കണ്ണു കാണില്ല, ചില ജന്തുക്കൾക്ക് രാത്രിയിൽ കണ്ണു കാണില്ല, ചില ജന്തുക്കൾക്ക് പകല് കണ്ണു കാണില്ല. എന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചം പോലെ പല സത്യങ്ങളും നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും ഈ ശരിയായ ജ്ഞാനത്തിലേക്ക് നമ്മുടെ കണ്ണ്, അതായത് നമ്മുടെ അന്തഃചക്ഷുസ് തുറക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞ ഈ ഒരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ സമർത്ഥിക്കുവാൻ മഹർഷി ശ്രമിക്കുന്നത്. ഇവിടെ ഈ രണ്ട് തുല്യ ദുഃഖിതരുടെയും അവസ്ഥയും അത് തന്നെയാണ്. പകൽ വെളിച്ചം പോലെ ഈ ഇന്ദ്രിയ വിഷയങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണെന്നുള്ള സത്യം മുൻപിലിരിക്കുമ്പോഴും മുൻപിൽ അറിയുമ്പോഴും പരമമായ അറിവിലേക്ക് ഉയരുവാൻ, സത്യത്തിലേക്ക് ഉയരുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു, അന്ധരായിത്തീരുന്നു. അടുത്ത ശ്ലോകം. ജ്ഞാനിനോ മനുജാ സത്യം കിന്തു തേന ഹി കേവലം യതോ ഹി ജ്ഞാനിനഃ സർവേ പശു പക്ഷി മൃഗാദയ. ജ്ഞാനിന മനുജാ സത്യം കിന്തു തേ നഹി കേവലം. ജ്ഞാനിന എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാണല്ലോ, മനുജ എന്ന് പറഞ്ഞാൽ മനുഷ്യര് ജ്ഞാനികളാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന സത്യമാണ്. പക്ഷെ അവരുടെ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വിഷയങ്ങളിലുള്ള ജ്ഞാനമാണ്. കിന്തു തേ നഹി കേവലം, അത് തുച്ഛവുമല്ല. നമ്മുടെ നിലനിൽപ്പിന് വേണ്ട അറിവ് വേണം താനും. ഭൗതികമായ ജ്ഞാനം നമുക്ക് വേണ്ടത് തന്നെയാണ്. യതോ ഹി ജ്ഞാനിനഃ സർവേ പശുപക്ഷി മൃഗാദയ. അത്തരത്തിലുള്ള ജ്ഞാനം, അത്തരത്തിലുള്ള അറിവ് ഉള്ളവരാണ് ആര്? സർവേ പശുപക്ഷി മൃഗാദയ. എല്ലാ പശുപക്ഷി മൃഗാദികൾക്കും ഈ വിഷയജ്ഞാനം കൊണ്ട് നോക്കിയാൽ ജ്ഞാനികൾ തന്നെയാണ്, മനുഷ്യരെ പോലെ തന്നെ. അപ്പോൾ മനുഷ്യരെ അവരിൽ നിന്ന് വിഭിന്നമാക്കുന്നത് ശരിയായി അറിയേണ്ട ജ്ഞാനം നേടുമ്പോൾ മാത്രമാണ് മനുഷ്യൻ ശരിയായ മനുഷ്യനായി മാറുന്നത്. ഇല്ലെങ്കിൽ മറ്റുള്ള പശുപക്ഷി മൃഗാദികളെ പോലെ തന്നെ അതേ നിലവാരമേ മനുഷ്യനുള്ളൂ. അവൻ്റെ നിലനിൽപ്പിന് വേണ്ടതായ ഭൗതികമായ ജ്ഞാനത്തിൽ അവൻ ഒതുങ്ങിപ്പോകുന്നു. അടുത്ത ശ്ലോകം. ജ്ഞാനം ച തന്മനുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യമന്യത്തഥോഭയോ. ജ്ഞാനം ച തത് മനുഷ്യാണാം, യാതൊരു ജ്ഞാനമാണോ മനുഷ്യർക്കുള്ളത്, യത്തേഷാം മൃഗപക്ഷിണാം. ഇവിടെ മനുഷ്യജാതിക്കുള്ള ജ്ഞാനത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. യത്തേഷാം പക്ഷിണാം, പക്ഷി മൃഗാദികളിൽ കാണുന്നതായിട്ടുള്ള ജ്ഞാനം അല്ല മനുഷ്യർക്കുള്ളത്. ജ്ഞാനം ന യത്തേഷാം മൃഗപക്ഷിണാം, ആ മൃഗപക്ഷികളിൽ കാണുന്നതായിട്ടുള്ള അവർക്കുള്ളതായിട്ടുള്ള ജ്ഞാനം അല്ല ന തന്മനുഷ്യാണാം, മനുഷ്യർക്കുള്ളത്. എങ്ങനെ? മനുഷ്യാണാം ച തത്തേഷാം തുല്യമന്യത്തഥോഭയോ. മനുഷ്യാണാം ച തത്കേഷാം, ഇവിടെ മനുഷ്യര്
യാതൊന്നുകൊണ്ടാണോ തുല്യം അന്യ തഥോഭയോ. തുല്യം അന്യത് എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ മിത്രത്തെയും ശത്രുഭാവത്തെയും ഈ രണ്ടിനെയും തഥോഭയോ തഥ ഉഭയ ഈ രണ്ടിനെയും തിരിച്ചറിയുന്നത് സാധാരണ പക്ഷികളും മൃഗങ്ങളുമൊക്കെയും തങ്ങളുടെ ഘ്രാണേന്ദ്രിയങ്ങൾ കൊണ്ടാണ് തിരിച്ചറിയുന്നതെങ്കിൽ മനുഷ്യൻ അവയെ തിരിച്ചറിയുന്നത് ഘ്രാണേന്ദ്രിയം കൊണ്ടല്ല, തൻ്റെ വിവേചന ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ ഈ വിവേചന ബുദ്ധി ഈ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തെയും ആ ദുഃഖത്തെ നിവർത്തിക്കുവാൻ വേണ്ടതായിട്ടുള്ള അറിവ് അഥവാ ആ പരമമായ ജ്ഞാനത്തെ അറിയുന്നതിലും അതിനെ വേർതിരിച്ചറിയുന്നതിലും ഇപ്പോൾ അറിയാത്ത ഒന്നിനെ അറിയുവാൻ ശ്രമിക്കുന്നതിലും ഉപയോഗിക്കുന്നിടത്താണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. ഇല്ല എങ്കിൽ മനുഷ്യനും ഈ പറഞ്ഞ പക്ഷിമൃഗാദികളും ഒക്കെ തമ്മിൽ ഭേദമൊന്നും ഇല്ല എന്നർത്ഥം. അടുത്ത ശ്ലോകം. ജ്ഞാനേപി സതി പശ്യൈതാൻ പതംഗാഞ്ചാപചഞ്ജുഷു കണമോക്ഷാദൃതാൻ മോഹാത് പീഡ്യമാനാനഭിക്ഷുധാ. ജ്ഞാനേപി സതി പശ്യൈതാൻ, അറിവ് അതായത് ഈ വിഷയ ഹേതുക്കളായിട്ടുള്ള അറിവ് ഉണ്ടെങ്കിലും പതംഗാഞ്ചാപചഞ്ജുഷു, പതംഗം എന്ന് പറഞ്ഞാൽ പക്ഷികൾ തങ്ങളുടെ ചുണ്ടുകൾക്കുള്ളിൽ കണമോക്ഷാദൃതാൻമോഹാത് പീഡ്യമാനാനഭിക്ഷുധ, തങ്ങളുടെ കൊക്കുകളിൽ ആഹാരം ശേഖരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. ഇവിടെ ഈ ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ കാരണം കണമോക്ഷാദൃതാൻ മോഹാത്, മോഹം കൊണ്ടാണ്. ഒരു പക്ഷെ മനുഷ്യരെ പോലെ തങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രത്യുപകാരം ചെയ്യും എന്നുള്ളൊരു മോഹമല്ലെങ്കിലും ആ മമത എന്നൊരു മോഹപാശത്താൽ, മമതാ ബന്ധത്താൽ ഈ പക്ഷികൾ ഇതൊക്കെ ഈ ആഹാരം തങ്ങളുടെ കൊക്കുകളിൽ ശേഖരിച്ച് കുഞ്ഞുങ്ങളുടെ വായിൽ കൊണ്ടിട്ട് കൊടുക്കുന്നത് മോഹം കൊണ്ടാണ്. പീഡ്യമാനാനഭിക്ഷുധ, ക്ഷുദ്ധ എന്ന് പറഞ്ഞാൽ വിശപ്പ്. ഇങ്ങനെ ഈ വിശപ്പ് കൊണ്ട് താങ്കളിൽ കഴിച്ചില്ലെങ്കിൽ പോലും, ഓരോ പക്ഷിയും കഴിച്ചില്ലെങ്കിലും അത് കൊക്കുകളിലാക്കിയിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുന്നു. ഈ കൊണ്ട് കൊടുക്കുന്നതിന് കാരണം സ്നേഹാധിക്യം കൊണ്ട് കാണിക്കുന്ന, അവിടെ തങ്ങളുടെ ആ ഒരു സ്വാർത്ഥമോഹമില്ല. തങ്ങൾക്ക് നാളെ കുഞ്ഞുങ്ങൾ ഉപകരിക്കും എന്നുള്ള സ്വാർത്ഥമോഹം കൊണ്ടല്ല, പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹാധിക്യത്താൽ മോഹപരവശങ്ങളായി കാണപ്പെടുന്നു. അടുത്ത ശ്ലോകം. മാനുഷാമനുജവ്യാഘ്രസാഭിലാഷാസുതാൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നന്വേതാൻ കിം ന പശ്യസി. മാനുഷ മനുജവ്യാഘ്ര, ഇവിടെ മനുജവ്യാഘ്ര എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരിലെ വ്യാഘ്രം എന്നാൽ പുലി അഥവാ ഹേ രാജാവേ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ രാജാവിനോടായിട്ട് മഹർഷി പറയുകയാണ്, സാഭിലാഷാ സുതാൻ പ്രതി, അങ്ങ് ഈ ലോകത്തെ അനുഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ മനുഷ്യര് പുത്രന്മാരെ കുറിച്ച് ലോഭാത് പ്രത്യുപകാരായ നത്വേതാൻ കിം ന പശ്യസി, അങ്ങ് കാണുന്നില്ലേ? എന്താ? ലോഭാത് പ്രത്യുപകാരായ സുതാൻ പ്രതി സാഭിലാഷ മനുഷ്യര് സാഭിലാഷ അതിയായിട്ടുള്ള അഭിലാഷമുള്ളവരാകുന്നു, ആഗ്രഹമുള്ളവരാകുന്നു. അവരാകട്ടെ ലോഭാത് പ്രത്യുപകാരായ സുതാൻ പ്രതി, തങ്ങളുടെ പുത്രന്മാരെ കുറിച്ച് അത്യധികം അഭിലാഷമുള്ളവരായി കാണുന്നു. അവർക്ക് ആ പ്രത്യുപകാര ചിന്ത, അതായത് പുത്രൻ സമർത്ഥനായി വന്നാൽ അവൻ എന്നോട് ചേർന്ന് ധാരാളം ധനാദികൾ സമ്പാദിക്കും, നാളെ ഞാൻ വീണ് കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ പുത്രന്മാർ ഉപകരിക്കും, എൻ്റെ ധനാദികൾ സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുത്രൻ എന്നോടൊപ്പം ചേർന്ന് നിൽക്കും, അതുപോലെ ആ വൃദ്ധാവസ്ഥയിൽ ഉപകരിക്കണം എന്നുള്ളൊരു പ്രത്യുപകാര ചിന്തയുള്ളത് കൊണ്ടാണ് മനുഷ്യർ
ഈ വിവേകികൾ എന്ന് പറയുന്ന മനുഷ്യർ പോലും ആ സ്വാർത്ഥ ചിന്ത, സ്വാർത്ഥമായിട്ടുള്ള ഒരു അഭിലാഷ മോഹം അവനെ മഥിക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ കുട്ടികളെ പോലും വളർത്തുന്നത്. ഇതാണ് ഈ കാണുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി. ഇത് കാണുന്നില്ലേ രാജാവേ? പക്ഷികളിലാകട്ടെ ഈ സ്വാർത്ഥ ചിന്ത ഇല്ല തന്നെ. രണ്ടുപേരും വിഷയങ്ങളിൽ നിന്ന് ജ്ഞാനം നേടുമ്പോഴും പക്ഷികളുടെ മഹത്വം, മനുഷ്യരെ അപേക്ഷിച്ചുള്ള മഹത്വവും അത് തന്നെയാണ്. തഥാപി മമ താവാർത്തേ മോഹഗർത്തേ നിപാതിത മഹാമായ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ. തഥാപി മമതാവാർത്തേ, തഥാപി മമതാവാർത്തേ, ഇങ്ങനെ ആ ഒരു മമതയുടെ ബലം കൊണ്ടാണ് ആളുകളൊക്കെ ഇതുപോലെയുള്ള നമുക്ക് തോന്നുന്ന സത്കർമ്മങ്ങൾ എന്ന് തോന്നുന്ന പുത്രൻ മക്കളെ വളർത്തുന്ന, അവരെ ജന്മം കൊടുക്കുക മാത്രമല്ല അവരെ വേണ്ട വിധത്തിൽ വളർത്തുന്നത് ഒരു സൽക്കർമ്മമായി കണ്ടാൽ പോലും അതിൽ പോലും പരോക്ഷമായി സ്വാർത്ഥ ചിന്തയുണ്ട് എന്നുള്ളത് മോഹഗർത്തേ നിപാതിത, അവരിൽ നിന്നും പ്രത്യുപകാരം എന്ന ഭാവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആഗ്രഹങ്ങൾ, അവരിൽ നിന്ന് തിരിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളാകുന്ന മോഹഗർത്തേ നിപാതിത, മോഹമാകുന്ന ഗർത്തത്തിൽ വലിയൊരു പടുകുഴിയിലാണ് നമ്മളെ കൊണ്ടുവന്ന് ചാടിക്കുന്നത്. ഈ മോഹങ്ങളാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ, ഇത് കുഴിയാണ് എന്ന് പറഞ്ഞാൽ കുഴി എന്നും ദുഃഖമാണ്. സമതല ഭൂമിക്ക് ദുഃഖമില്ല, അത് എല്ലാം തുല്യമായി നിൽക്കുമ്പോൾ മോഹം ആകുന്നത് ഒരു പടുകുഴിയാണ്. ആ കുഴിയിൽ വീണു കഴിഞ്ഞാൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിക്കാൻ കാരണം മഹാമായ പ്രഭാവേണ, ആ മഹാമായ ദേവിയുടെ പ്രഭാവം കൊണ്ടാണ്. സംസാരസ്ഥിതികാരിണ, കാരണം ഈ സംസാരത്തിൻ്റെ നിലനിൽപ്പ് തന്നെ മഹാമായയുടെ ലീലകളിലാണ്. നമ്മൾ പ്രപഞ്ച സൃഷ്ടി സമയത്ത് ഭഗവാൻ മഹാമായയുടെ സഹായത്തോടു കൂടിയാണ് സൃഷ്ടികർമ്മങ്ങൾ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരത്തിൽ പോലും മായാഭഗവതിയുടെ ഒരു പങ്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭഗവാന്റെ അവതാര ഉദ്ദേശം നടപ്പിലാക്കുന്നതിൽ ഭഗവാന്റെ ജനനം മുതൽക്ക് തന്നെ. അപ്പോൾ ഇവിടെ പറയാണ്, ഈ സംസാരത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഇതുപോലെയുള്ള മായാവൈഭവങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈ ഒരു മോഹഗർത്തത്തിൽ പതിക്കുന്നതും മറിച്ച് തങ്ങളുടെ ചുമതല മാത്രമാണ് സന്തതികൾക്ക് ജന്മം കൊടുത്താൽ അവരെ വേണ്ട വിധത്തിൽ പരിപാലിച്ച് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുക, നാളേക്ക് ലോകോപകാരികളായി മാറുക എന്നുള്ളത് എന്ന ചിന്തയോടുകൂടിയല്ല. തങ്ങൾ ഇപ്പോൾ വളർത്തിവിട്ടാൽ വൃദ്ധാവസ്ഥയിൽ തങ്ങളെ പരിചരിക്കുവാൻ അവരുണ്ടാകുമെന്നുള്ള ഒരു മോഹത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി അവരെ വളർത്തിവിടുന്നത്. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് തന്നെ അവരെ ആ മോഹഗർത്തേ നിപാതിത, ഇത് ആ മഹാമായ ദേവിയുടെ വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം, തന്നാത്ര വിസ്മയക്കാര്യോ യോഗനിദ്രാ ജഗത്പതേ മഹാമായ ഹരേശ്ചൈതത്തയാ സമ്മോഹ്യതേ ജഗത്. അപ്പോൾ ഇങ്ങനെ മഹാമായ ഈ തൻ്റെ മായാവൈഭവം കൊണ്ട് എല്ലാത്തിനെയും, ഈ ജഗത്തിനെ തന്നെ മോഹിപ്പിക്കുന്നു, ജഗത്തിലെ സർവ്വചരാചരങ്ങളെയും മോഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയാണ്, തന്നാത്ര തദന അത്ര, അതുകൊണ്ട് തന്നെ ന വിസ്മയക്കാര്യോ യോഗനിദ്രാ ജഗത്പതേ, ഇതിൽ ഒട്ടും തന്നെ അത്ഭുതപ്പെടേണ്ടതില്ല. ഇങ്ങനെ മഹാമായ ഈ ജഗത്തിലെ സർവ്വചരാചരങ്ങളെയും മോഹിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യോഗനിദ്ര, ഈ യോഗനിദ്രയിലായിരുന്ന ആ ജഗത്പതിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിനെ പോലും, ജഗത് സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായിട്ടുള്ള മഹാവിഷ്ണുവിന് പോലും മഹാമായ ഹരേരേഷ തയാ സമ്മോഹ്യതേ ജഗത്. മഹാമായ ഹരേരേഷ, ഹരേ ഏഷ, ഈ സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ പോലും തൻ്റെ മഹാമായ വൈഭവം കൊണ്ട് മായാഭഗവതി തയാ എന്ന് പറഞ്ഞാൽ ദേവി സമ്മോഹ്യതേ ജഗത്ത്, മോഹിപ്പിക്കുന്നു, ആ മോഹവലയത്തിലാക്കുന്നു, മോഹഹേതുവായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലയോ രാജശ്രേഷ്ഠ, അങ്ങ് വിസ്മയപ്പെടേണ്ടതില്ല. ഈ ലോകത്തിൽ ഇതുപോലെ
സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളൊക്കെയും തങ്ങളുടെ മാത്രം നിലനിൽപ്പിനനുസൃതമായി ഈ ലോകത്തെ തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, തങ്ങളുടെ മാത്രം ഉദരനിമിത്തമായി, തങ്ങളുടെ മാത്രം നിലനിൽപ്പിനായിക്കൊണ്ട്, അഭിവൃദ്ധിക്കായിക്കൊണ്ട് മറ്റുള്ളവരുടെ ധനവും സമ്പത്തും ഒക്കെ, അത് പതിയായിക്കോട്ടെ തങ്ങളുടെ രാജാവായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ മഹാമായയുടെ മായാവൈഭവം തന്നെയാണിതെല്ലാം. അടുത്ത ശ്ലോകം. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ജ്ഞാനിനാമപി ചേതാംസി, ജ്ഞാനികളായിട്ടുള്ള വിവേകികളുടെ, അപി എന്ന് പറഞ്ഞാൽ വിവേകികളുടെ പോലും, ചേതാംസി ചിത്തിനെ, ഹൃദയത്തെ പോലും, ദേവി ഭഗവതി ഹിസ, ആ മായാ ഭഗവതി, ബലാദ് ആകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി. ബലാദ് ആകൃഷ്യമോഹായ, ബലമായി തന്നെ ആകർഷിച്ചു കൊണ്ടുപോയി, മോഹായ മഹാമായ പ്രയച്ഛതി, ആ മോഹത്തിന് അടിമയാക്കി തീർക്കുന്നു. അതായത് ജ്ഞാനികൾ പോലും ഈ മായാപ്രഭാവത്തിൽ പെട്ടുപോകുന്നുണ്ട്. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മതത്വം അറിഞ്ഞവരാണ് ജ്ഞാനികൾ. അവരെ പോലും മഹാമായ തൻ്റെ മായാവൈഭവം കൊണ്ട് മോഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അജ്ഞാനികളായിട്ടുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം പറയണമോ? ലൗകികരുടെ കാര്യം അവിടെ പറയണമോ? അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല മഹാരാജാവേ. അടുത്തത്. തയാ വിസൃജ്യതേ വിശ്വം ജഗദേതത് സചരാചരം സൈഷാ പ്രസന്ന വരദാ നൃണാം ഭവതി മുക്തയേ. തയാ വിസൃജ്യതേ എന്നും വിഭ്രാമ്യതേ എന്നും ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണാം, തെറ്റില്ല. തയാ വിഭ്രാമ്യതേ വിശ്വം ജഗത് ഏതത് ചരാചരം, ചരവും അചരവുമായിട്ടുള്ള ജഗത് ഏതത്, ഈ ജഗത്തിലുള്ള മുഴുവനും, ഈ ജഗത്ത് മുഴുവനും തന്നെയും ചരവും അചരവുമായിട്ടുള്ള, അല്ലെങ്കിൽ സ്ഥാവരവും ജംഗമവുമായിട്ടുള്ള ഈ ജഗത്തിനെ മുഴുവൻ തന്നെയും വിഭ്രാമ്യതേ മോഹിപ്പിക്കുന്നു. അവയെ സൈഷ പ്രസന്ന വരദ നൃണാം ഭവതി മുക്തയെ. ഈ ഭഗവതി, സ ഏഷ, സ എന്ന് പറഞ്ഞാൽ മഹാമായ ദേവിയുടെ കാര്യമാണ്, ഭഗവതിയുടെ കാര്യമാണ്. ദേവി പ്രസന്ന വരദ, പ്രസന്നയായാൽ വരദ അഭീഷ്ടത്തെ, വരദ എന്നാൽ വരത്തെ ദാനം ചെയ്യുന്നവൾ. നമ്മൾ ഗുരുക്കന്മാർ പറയാറുണ്ട്, ദ എന്ന് വരുന്ന പല വാക്കുകളും ദാനം ചെയ്യുന്നത്, കൊടുക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. വരദ, കാമത, ഇങ്ങനെയൊക്കെ പറയുന്നത് വരത്തെ കൊടുക്കുന്നവൾ, കാമത്തെ, ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നവൾ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ ഇവിടെ പറയുകയാണ്. പ്രസന്നയായാൽ അമ്മ അഭീഷ്ടത്തെ അരുളുന്നവളുമാണ്. നൃണാം ഭവതി മുക്തയെ, മനുഷ്യർക്ക്, നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മുക്തിയെ പോലും, ഭവതി എന്നാൽ അങ്ങനെ ആക്കുന്നു, ഭവതി മുക്തയെ, മുക്തിയെ കൊടുക്കുവാനുള്ള ശക്തി പോലും ഈ ഭഗവതിക്കുണ്ട്. എന്നാലാകട്ടെ ആ അമ്മ സാധാരണക്കാരായിട്ടുള്ളവരെ മാത്രമല്ല, ജ്ഞാനികളെ പോലും തൻ്റെ മായാവൈഭവം കൊണ്ട് മോഹിപ്പിക്കാറുമുണ്ട്. അടുത്ത ശ്ലോകം. സാ വിദ്യാ പരമാ മുക്തേർ ഹേതുഭൂതാ സനാതനി സംസാരബന്ധ ഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി. സാ എന്ന് പറഞ്ഞാൽ അവൾ എന്ന അർത്ഥത്തിലാണ്, ഒരു സ്ത്രീലിംഗ ശബ്ദത്തിലാണ് സാ എന്ന് ദീർഘമിട്ട് എഴുതുന്നത്. അതേസമയം സ എന്ന് മാത്രമാണെങ്കിൽ അത് പുല്ലിംഗ ശബ്ദത്തിലാണ് ഉപയോഗിക്കാറുള്ളത്, അവൻ എന്നുള്ള അർത്ഥത്തിൽ. സാ എന്ന് വരുമ്പോൾ അവൾ. ഇവിടെ ആ മായാ ഭഗവതി പരമമായ വിദ്യ തന്നെയാകുന്നു, അഥവാ ആ ബ്രഹ്മവിദ്യ തന്നെയാകുന്നു. മുക്തേർ ഹേതുഭൂത സനാതനി, മുക്തേ ഈ സംസാരബന്ധത്തിന്, ഹേതുഭൂത സനാതനി സംസാരബന്ധത്തിന് കാരണഭൂതയുമാകുന്നു. അപ്പോൾ
അമ്മയ്ക്ക് ആ പരമമായ ജ്ഞാനം തന്നെ സ്വരൂപമെടുത്തവളാകുന്നു. അതേസമയം മുക്തയാകുന്നു, ഇതിനാലൊന്നും ബന്ധിക്കപ്പെടുന്നവളല്ല. അമ്മ നിത്യയാകുന്നു, മുക്തയായി ഇരിക്കുന്നു. തന്നെയല്ല, സംസാര ബന്ധത്തിന് കാരണഭൂതയുമാകുന്നു. പിന്നെയോ സംസാരബന്ധ ഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി സ ഏവ, അവള് ഏവ തന്നെ, ആ അമ്മ തന്നെ, ആ ഭഗവതി തന്നെ സർവേശ്വരേശ്വരി, സർവ ഈശ്വരന്മാർക്കും, അതായത് ബ്രഹ്മാദികളായിട്ടുള്ള സർവ ഈശ്വരന്മാർക്കും സർവേശ്വര ഈശ്വരിയാകുന്നു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം, അതായത് രാജാവും ആ വൈശ്യൻ്റെയും ദുഃഖത്തിനെല്ലാം കാരണമാകുന്നത് ഈ മോഹമാണ്, മമതയാകുന്ന മോഹമാണ്. അതാകട്ടെ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല, അത് ആ മഹാമായ ദേവിയുടെ വൈഭവമാണ് എന്നിപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മഹർഷി രാജാവിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും രാജാവ് എന്താണ് അതിന് മറുപടി പറയുന്നതെന്നാണ് അടുത്ത 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. രാജോവാച ഭഗവൻ കാഹി സാ ദേവി മഹാമായേതി യാം ഭവാൻ ബ്രവീതി കഥമുത്പന്ന കർമ്മ ചാസ്യാശ്ച കിം ദ്വിജ. ഇത്രയും മഹർഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജഗത്പതിയായിട്ടുള്ള സാക്ഷാൽ ആ ഹരിയെപ്പോലും, ശ്രീഹരി ഭഗവാനെ പോലും മോഹിപ്പിച്ചതായിട്ടുള്ള മഹാമായ ദേവിയുടെ വൈഭവത്തെ കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി ഉള്ളിൽ തോന്നിയ ഒരു സംശയമാണ്, ഒരു ചോദ്യമാണ് ഇപ്പോൾ രാജാവ് ചോദിക്കുന്നത്. ഭഗവൻ കാഹി സാ ദേവി, അല്ലയോ ബ്രഹ്മർഷേ, കാഹി, കാ എന്ന് പറഞ്ഞാൽ ആര്, സാ എന്ന് പറഞ്ഞാൽ അവള്, ആരാണ് അങ്ങ് ഈ പറഞ്ഞ സാ ദേവി, ഈ മഹാമായ ദേവി എന്ന് പറയുന്നത് ആരാണ്? മഹാമായേതി യാം ഭവാൻ, മഹാമായ ഇതി, അങ്ങ് മഹാമായ എന്ന് പറയുന്ന ഈ ദേവി ആരാണ്? യാം ഭവാൻ, അങ്ങിപ്പോൾ പറഞ്ഞില്ലേ മഹാമായയുടെ വൈഭവം, ആ ദേവി ആരാണ്? ബ്രവീതി കഥമുൽപ്പന്ന കർമ്മചാസ്യാശ്ച കിം ദ്വിജ. ബ്രവീതി, എനിക്ക് പറഞ്ഞു തന്നാലും, കഥമുത്പന്ന, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഈ ദേവി കഥമുത്പന്ന, എങ്ങനെയാണ് ആ ദേവി ജനിച്ചത്? കർമ്മചാസ്യാശ്ച കിം ദ്വിജ, ആ ഭഗവതിയുടെ കർമ്മം എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ജനിച്ചത് ആ ദേവി, ആ ദേവിയുടെ കർമ്മം എന്താണ്, ഈ ദേവിക്ക് എങ്ങനെയാണ് ഇത്രയേറെ വൈഭവം ഉണ്ടായത്, ഈ ജഗത്തിനെ മുഴുവൻ തൻ്റെ മായാപ്രഭാവം കൊണ്ട് അമ്മാനമാടുന്നതിന് ഈ ദേവിക്ക് എങ്ങനെയാണ് ഇത്രയേറെ കഴിവുണ്ടായി, ദേവി ആരാണ്? അങ്ങ് പറഞ്ഞുല്ലോ മഹാമായ എന്ന്, എങ്ങനെയാണ് ജനിച്ചത്? കാരണം സാക്ഷാൽ ശ്രീഹരി ഭഗവാനെ പോലും തൻ്റെ മായ കൊണ്ട് മോഹിപ്പിക്കുന്നവളാണെങ്കിൽ അപ്പോൾ ആദ്യം ഉണ്ടായത് ആ ദേവി ആവണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദേവി ആരാണ്? കഴിഞ്ഞില്ല. യത് പ്രഭാവാച സാ ദേവി യത് സ്വരൂപാ യദുദ്ഭവ തത് സർവം ശ്രോതുമിച്ഛാമി ത്വത്തോ ബ്രഹ്മവിദാം വര. അപ്പോൾ ഇങ്ങനെ ആരാണ്, എങ്ങനെയാണ് ജനിച്ചത്, എന്താണ് കർമ്മം? കഴിഞ്ഞില്ല. യത് സ്വഭാവ ച സാ ദേവി, ഇവിടെ യത് സ്വഭാവ എന്നും യത് പ്രഭാവ എന്നും പറയാറുണ്ട്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ സ്വഭാവം എന്ന് പറയുന്ന അമ്മയുടെ വൈഭവത്തെക്കുറിച്ച് തന്നെയാണ്. യത് സ്വഭാവ ച സാ ദേവി, ആ ദേവിയുടെ സ്വഭാവം അല്ലെങ്കിൽ പ്രഭാവം എന്താണ്? യത് സ്വരൂപ യദുദ്ഭവ, അമ്മയുടെ ഈ നിഗ്രഹാനുഗ്രഹ സ്വഭാവങ്ങളിൽ യത് സ്വരൂപ, ഏതു സ്വരൂപമാണ് ദേവിക്കുള്ളത്? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സാത്വിക രാജസ താമസ സ്വരൂപങ്ങളിൽ ഏതൊരു സ്വരൂപമാണ് ഈ ദേവി ധരിക്കുന്നത്? യദുദ്ഭവ, എങ്ങനെയാണ് ഈ ഭഗവതി ജനിച്ചത് എന്ന് പറഞ്ഞാൽ യോനിജയാണോ അയോനിജയാണോ? അപ്പോൾ യോനിജയാണെങ്കിൽ അതിനു മുൻപ് ഒരു മാതാവും പിതാവും ഉണ്ടാവണം. അപ്പോൾ ആർക്കാണ് ഈ മഹാമായ ഭഗവതി ജന്മം കൊണ്ടത്? തത് സർവം ശ്രോതും ഇച്ഛാമി, അതെല്ലാം തന്നെയും ശ്രോതും ഇച്ഛാമി, എനിക്ക് കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്, അറിയണമെന്ന ആഗ്രഹമുണ്ട്. ത്വത്തോ ബ്രഹ്മവിദാം വര, അങ്ങെനിക്ക് അത് പറഞ്ഞു തന്നാലും അങ്ങയിൽ നിന്നും ഇതെല്ലാം കേൾക്കുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ട്.
ഇത് ഒരു സ്വാഭാവികമായ ലൗകിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നാവുന്ന ഒരു സന്ദേഹം തന്നെയാണ് ഇപ്പോൾ രാജാവ് ചോദിച്ചത്. ഇനി ആ രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകം മുതൽ ഉള്ളത്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ.